ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോക്കിയേ, എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് റോസിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഒരു ജന്തു അതിൻ്റെ കൂടുണ്ടാക്കുന്നതാണ്. ഇതാണ് നമ്മൾ നോക്കുമ്പോൾ റോസിൻ്റെ ഇലകൾ ചന്ദ്രക്കലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് കാണത്തില്ലേ? താഴേക്ക് നോക്കിയാൽ അവിടെയെങ്കിലും കാണത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെയാണ്, ഈ ഇല ഇങ്ങനെയായിപ്പോയി എന്നുള്ളത്. അത് നല്ല സുന്ദരമായിട്ട് ഭംഗിക്ക് അടുക്കി വീടുണ്ടാക്കി വെച്ചിരിക്കുക. അപ്പം നമുക്ക് തുറന്ന് നോക്കാം അതിനകത്ത് എന്താണുള്ളതെന്ന്. തുറന്ന് വരുമ്പം ഏറ്റവും അടിയിലായിട്ട് കടന്നലിനെയൊക്കെ കൂടുണ്ടാക്കിയിരിക്കുന്ന പോലെ കുറച്ച് സാധനങ്ങൾ വെച്ച് അത് അടച്ച് ഒരു ക്യാപ്സ്യൂള് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും തുറന്ന് വരുമ്പോഴത്തേക്കോ അവസാനമാവുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് അതിൻ്റെ മുട്ടയാണ് ആയിരിക്കുന്നത്. ഏതോ ഒരു പ്രാണിയുടെ മുട്ടയാണിത്. കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുന്നു. അത് തൊട്ടതിന് ശേഷം സ്റ്റിക്കിയുമാണ്. മൂക്കള പോലെ ഇങ്ങനെ അതിനകത്ത് ഒരു മ്യൂക്കസ് ഉള്ളത്. ആ മ്യൂക്കസിനകത്ത് അപ്പോൾ തീർച്ചയായിട്ടും മുട്ടകളാണത്. എത്ര ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെയൊക്കെ ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് ഉണ്ടാക്കാൻ ആര് പഠിപ്പിക്കുന്നോ എന്തോ. അതാണ് അവസാന ഭാഗം വരുന്നത്. ബ്രൗൺ കളറിൽ കുറച്ച് മാവ് കുഴച്ച് വെച്ചതുപോലത്തെ മുട്ടകൾ. അത് വിരിഞ്ഞിട്ടായിരിക്കണം പിന്നീട് അത് പുഴുവായി മാറുന്നത്. വളരെ സോഫ്റ്റാണ് അത് തൊട്ടതിന് ശേഷം. കണ്ടോ? അത്രയും ദുർബലമായ കുഞ്ഞുങ്ങളായതുകൊണ്ടായിരിക്കാം ഇത്രയും ശക്തിയിൽ ഇത്രയും ലെയറായിട്ട് അതിനെ കവർ ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നത്. മുട്ട ഫുള്ള് വിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കുഞ്ഞുങ്ങളെ കാണാൻ പാടാണ്. അങ്ങനെ അതിനകത്ത് എന്താണെന്ന് കണ്ടല്ലോ. നോക്കൂ, എത്ര ഇലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ 1-2 പ്രാണികളാവുമ്പോഴത്തേക്കും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇത്രയും വളവും വെള്ളവും ഒക്കെ കൊടുത്ത് കാത്തിരുന്ന് ഉണ്ടാക്കിയതെല്ലാം വെറുതെയാവും. ഇലകളെല്ലാം പോയി കഴിഞ്ഞാൽ തീർച്ചയായും ചെടി ദുർബലമാകും. അപ്പം മുട്ടും അതുപോലെ ചെറിയ മുട്ടായിരിക്കും. ഇത് പുതിയതായിട്ടുണ്ടാക്കിയ കൂടാ. എന്താ അല്ലേ?